ഇരുളിൽ നിന്നും അടർന്നു വീഴുന്ന പകലിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. സെയിൻ വേൾഡിൻ്റെ ബ്യൂട്ടിഫുള്ളായ നാച്ചുറലായ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്കെല്ലാവർക്കും സ്വാഗതം. എണീറ്റ് പാടെ തന്നെ ബെഡ് ക്ലീനാക്കി ഇടുകയാണ് എൻ്റെ ഒരു പതിവ്. ഇന്ന് നേരത്തെ തന്നെ സെയിന് എണീറ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെഡ് ക്ലീനിങ് വളരെ പെട്ടെന്നായി. റൂമിൻ്റെ എല്ലാ ഭാഗത്തും സ്ഥാനം തെറ്റി കിടക്കുന്ന സാധനങ്ങളാണ് ഉണ്ടാവുക. രാത്രിയിൽ കിടക്കാൻ സമയം പാതി എഴുതി വെച്ച ഡയറിയും അതുപോലെ തന്നെ ഉണ്ട്. അതെല്ലാം ഇനിയൊന്ന് എഴുതി തീർക്കാനുണ്ട്. അതും മടക്കി വെച്ചു. ബെഡിൻ്റെ ഒരറ്റത്തായിട്ടാണ് ഹെൽത്തിയായ ഈ ഒരു സാൻസവേരിയ ചെടി ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പുതിയ ബെഡ്ഷീറ്റാണ്, നമ്മൾ ഹൈലൈറ്റ് മാളിൽ നിന്നും വാങ്ങിയ ബെഡ്ഷീറ്റാണ് കേട്ടോ. എല്ലാ ഭാഗവും വളരെ നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടു. പകൽ സമയങ്ങളിൽ ബെഡ്റൂമിലെ കേട്ടനൊക്കെ ഒന്ന് ഉയർത്തി വെച്ചാൽ ഈ ഒരു ഗ്യാപ്പിലൂടെ നമ്മുടെ റൂമിലേക്ക് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടും. എന്തായാലും ബെഡ് വിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കിച്ചണിലേക്കാണ്. കിച്ചണിലെത്തി കിച്ചണിലെ കർട്ടൻ ഇതുപോലെ ഒന്ന് ഉയർത്തി വെച്ച് പുറത്ത് സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പുറത്ത് നല്ല വെളിച്ചം വന്നിട്ടുണ്ട്. വീടൊക്കെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. കാലിച്ചായയും റെഡിയാക്കി ഇതുപോലെ വരാന്തയിലാണ് ഇന്നൊന്ന് റെസ്റ്റ് ചെയ്യുന്നത്. വരാന്തയുടെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ കലാഞ്ചിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മൈൻഡിൽ വന്ന ഒരു പാട്ടാണ് കേട്ടോ. വാഗപ്പൂ മരം ചൂടും വാരിലമ്പൂ കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, അതാണിപ്പോൾ ഓർമ്മ വന്നത്. തഴുകി തലോടുന്ന ചെറിയ കാറ്റും വല്ല സ്വിറ്റ്സർലൻഡിലെ ജനലഴികൾക്കുള്ളിലൂടെ പുറത്തേക്ക് നോക്കുന്നൊരു പ്രതീതിയാണ് ഈ ഒരു കലാഞ്ചിയ പൂക്കൾ നമുക്ക് തരുന്നത്. നന്നായി പൂത്ത് നിൽക്കുന്ന ഈ പൂക്കൾ, പഴയ പൂക്കളൊക്കെ വാടി താഴേക്ക് ചാടാനായി, അതൊക്കെ ഒന്ന് നുള്ളിയെടുത്ത് വൃത്തിയാക്കുകയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ അതൊക്കെ. കാറ്റിന് വല്ലാത്ത തണവാണ് കേട്ടോ. മനസ്സിനെ എങ്ങാണ്ടൊക്കെയോ എത്തിക്കുന്നൊരു കാറ്റ്. കാറ്റിന് ആരോടും ഒരു പരിഭവവും പരാതിയും ഒന്നുമില്ല. എല്ലാ മനുഷ്യരെയും തണുപ്പിച്ച് തഴുകി തലോടി അങ്ങനെ കടന്നു പോകുന്ന കാറ്റ്. ഞാൻ ആ കാറ്റിൻ്റെ സുഖത്തിലിരുന്ന് എൻ്റെ ചെടികളുടെ ഉണങ്ങിയ ഇലയും പൂക്കളും ഒക്കെ പെറുക്കിയെടുത്ത് മുറ്റത്തേക്കിട്ടു. മുറ്റം ക്ലീൻ ചെയ്യാനുള്ളതാണല്ലോ. ഈ ഒരു ഭാഗത്ത് നിന്ന് എല്ലാം വൃത്തിയാക്കി പുറത്തേക്കിട്ടാൽ മുറ്റം അടിച്ചു വാരുന്ന സമയത്ത് ഇവരൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. ഓരോ ഭാഗത്തേക്കും എത്തി നോക്കുമ്പോൾ ഓരോ ഭാഗത്തും വിരിഞ്ഞു നിൽക്കുന്ന ഓരോ സുന്ദരി മണികൾ, ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ടു തരുന്നത്. സ്നേഹബന്ധങ്ങളൊന്നും നിലനിൽക്കാത്ത ഈ ഒരു കാലഘട്ടത്തിൽ വലിയൊരു ട്രെൻഡായിട്ടാണ് നമ്മുടെയൊക്കെ പ്ലാന്റ് കളക്ഷൻ മാറിയിട്ടുള്ളത്. എന്തോരം ആളുകളാണ് ഈ ഒരു പ്ലാന്റ് നട്ട് വളർത്തുന്ന രംഗത്തേക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വളർന്നിട്ടുണ്ട്. രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റ് ഒരു ചായയും കുടിച്ച് ഇതുപോലെ ഒരല്പനേരം നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ചെലവഴിച്ചാൽ അന്നത്തെ എനർജി എല്ലാം നമുക്ക് ഇവരിൽ നിന്നും സംഭരിച്ചെടുക്കാം. ആ സംഭരിച്ചെടുത്ത എനർജി കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞു വേണം നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവാൻ. നമ്മളെ തളർത്താനും പരിഹസിക്കാനും ഒക്കെയായി ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാവാം. അങ്ങനെയുള്ള എല്ലാ വേദനകളെയും മറികടക്കാൻ പറ്റിയ ഒരു ഉപാധി തന്നെയാണ് ചെടി വളർത്തൽ. ഒരുപാട് ചെടികൾ നട്ട് സന്തോഷം കിട്ടി വളർന്ന് വരുന്ന സമയത്ത് നമുക്കത് വിറ്റ് അതിലൂടെ തന്നെ നല്ലൊരു ഏണിങ്സും കണ്ടെത്താൻ കഴിയുന്ന നല്ലൊരു മേഖലയാണ് ഈ ഒരു പ്ലാന്റ് കളക്ഷൻ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സന്തോഷം കൊണ്ടുതരുന്ന എൻ്റെ റോസാച്ചെടി, എന്നെയും കാത്തിരിക്കുന്ന എൻ്റെ കിളികൾ. ഇന്ന് രാവിലെ അവർക്ക് ബ്രെഡാണ് കഴിക്കാൻ കൊടുത്തത്.
ഇനി വെജിറ്റബിളിനും നമ്മുടെ ഗാർഡനിൽ ഒരു കുറവില്ല കേട്ടോ. ഗ്രീൻ ചില്ലി, ഇഞ്ചി, മുരിങ്ങ ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ നട്ട് വളർത്തുന്നുണ്ട്. എൻ്റെ കിച്ചണിൽ ഞാനൊരു കാക്ടസ് പ്ലാന്റാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ വല്ലപ്പോഴും മാത്രം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. അതുകൊണ്ടാണിത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. ഇനി എൻ്റെ കുട്ടികൾക്ക് ഫുഡ് തയ്യാറാക്കാനുള്ള പുറപ്പാടിലാണ്. ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള സാമഗ്രികളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കിച്ചണിലേക്ക് പോവുകയാണ്. അതിന് ഇടയിലായിട്ട് വാഷ് മെഷീനിൽ ഡ്രസ്സുകൾ അലക്കാനിട്ടിട്ട് വേണം പോവാൻ. എങ്കിൽ നമ്മുടെ ജോലി കഴിയുന്ന സമയമാകുമ്പോഴേക്കും ഈ ഒരു അലക്കൽ കഴിഞ്ഞ് റെഡിയാവും. അങ്ങനെ അലക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞ് ചായ കുടിയും കഴിഞ്ഞ് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് വീണ്ടും മുറ്റത്തേക്കാണ് ഇറങ്ങുന്നത്. സാൽവിയ പ്ലാന്റാണ് കേട്ടോ. നല്ല ഡാർക്ക് വയലറ്റും അതുപോലെ ലൈറ്റ് കളർ വയലറ്റും പൂവ് ഒരു ചട്ടിയിൽ തന്നെ നട്ടതുകൊണ്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ ജമന്തി വിടർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗാർഡൻ വിശേഷങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. എന്തായാലും ഇന്ന് നിങ്ങളുമായി സംസാരിച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടുക. ഇനിയും ഇതുപോലെ ഗാർഡനിങ്ങും കുക്കിങ്ങും സ്റ്റോറിയും ട്രാവലിങ്ങും ഒക്കെയായി പുതിയ വീഡിയോസുമായി ഞാൻ വരുന്നത് വരെ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം. ഓൺലൈനായി പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പുമായി കോൺടാക്റ്റ് ചെയ്യുക. കോൾ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്യാറില്ല. വാട്സപ്പ് നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ ഏതാനും സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. DTDC കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. ചകിരിച്ചോറ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ് അയക്കാറുള്ളത്. എക്സ്ട്രാ കൊറിയർ ചാർജും നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും. കൊറിയർ സർവീസ് നമ്മുടെ വീട്ടിലേക്ക് പ്ലാന്റ് കൊണ്ടുതരില്ല. നമ്മൾ അവരെ ഓഫീസിൽ പോയിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യണം. അത് പ്രത്യേകമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.